ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ദിവസം എത്തിയിരിക്കുകയാണ്, അതായത് മൺഡേ മോട്ടിവേഷൻ എന്നുള്ള ദിവസം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മൺഡേ മോട്ടിവേഷനിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മൺഡേ മോട്ടിവേഷൻ എന്താണെന്നല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചില രഹസ്യങ്ങൾ അതൊരു രഹസ്യ സ്വഭാവമായിട്ട് തന്നെ സൂക്ഷിക്കണം. അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും, എത്ര അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും ആരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് തന്നെയാണ് നല്ലതായിട്ട് വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ലൈഫ്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില അഴുക്ക സ്വഭാവങ്ങളോ ബാഡ് ഹാബിറ്റ്സോ ഒക്കെ ഉണ്ടാകാം, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാകാം. അത് നമ്മൾക്ക് മാത്രം അറിയുന്ന ചില മോശപ്പെട്ട സ്വഭാവമായിരിക്കാം. ആ മോശപ്പെട്ട സ്വഭാവം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേസമയം അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അടുത്ത ഫ്രണ്ടിനോട് പറയണം, എനിക്ക് ഇങ്ങനെയുള്ളൊരു മോശ സ്വഭാവമുണ്ട്, എനിക്ക് ഒരു രക്ഷയുമില്ല, എനിക്കത് മാറ്റിയെടുക്കാനും പറ്റുന്നില്ല, ഞാൻ ആ ഒരു ബാഡ് ഹാബിറ്റ് കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ ആ ഒരാളിനോടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുവിനോടായിരിക്കും പറയുന്നത്. പക്ഷേ ആ ഒരു ആൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുമായി തെറ്റിക്കഴിഞ്ഞാൽ, ഇഷ്ടക്കേടിലായിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് വേറൊരാളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ട് നടക്കാം, നമ്മളെ കുറ്റപ്പെടുത്താം, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് സ്വന്തം പേഴ്സണലായിട്ടുള്ള മാറ്റേഴ്സ് ആരുമായിട്ടും ഷെയർ ചെയ്യരുത്, സീക്രട്ടായിട്ട് വയ്ക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, നല്ല രീതിയിലുള്ള നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക സഹായം മാത്രമല്ലല്ലോ, അല്ലാതെ ആളായിട്ട് സഹായിക്കുന്നു, നമ്മളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാളോടും നമ്മളായിട്ട് പറഞ്ഞ് നടക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവർ അറിയട്ടെ, എല്ലാവരും അറിഞ്ഞു വരികയാണെങ്കിൽ ഓക്കെ. മറ്റുള്ളവർ പറഞ്ഞ് ചിലപ്പോൾ അറിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് നമ്മളായിട്ട് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ അറിയിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിയിക്കും, പക്ഷെ അത് അതിൻ്റേതായ ഒരു സാഹചര്യത്തിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കൈ കൊണ്ട് ചെയ്യുന്ന വേറൊരു കൈ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പണ്ട് തൊട്ടേ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ള സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയട്ടെ. അതായത് നമ്മളുടെ ചില വീക്ക്നെസ്സുകൾ, അതായത് കുറ്റവും കുറവും എന്നുള്ളതല്ല, വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ചില കാര്യങ്ങളിൽ നമ്മൾ വീക്കായിരിക്കും, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഭയങ്കര ഭയമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പല്ലിയെ പേടിയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പാറ്റയെ പേടിയുള്ള ആളായിരിക്കാം. പാറ്റയെ കണ്ടാൽ ഭയങ്കരമായിട്ട് വെപ്രാളത്തിൽ കിടന്ന് വിളിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അതൊരു വീക്ക്നെസ് ആണല്ലോ. ആ വീക്ക്നെസ് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉറക്കമില്ലായ്മയ്ക്ക് ചില റീസൺസ് ഉണ്ടാകാം, എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വീക്ക് പോയിന്റ് ഉണ്ടാകാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇരുട്ടിനെ ഭയമായിട്ടുള്ള ഒരാളായിരിക്കാം, രാത്രി ഉറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ട് കിടക്കേണ്ട ഒരാളായിരിക്കാം, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭയമാണ്, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരുതരം ഫോബിയാസാണ്, ഒരുതരം പേടി, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കുറവാണ്. ആ കുറവുകളും പേടികളും വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക. അല്ലെങ്കിൽ അത്രയ്ക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ട് വരികയാണെങ്കിൽ, മോശപ്പെട്ടൊരു സാഹചര്യമാണ്, മെഡിക്കലി നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഡോക്ടേഴ്സിനോട് പറയാം, കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ അത്തരം ആൾക്കാരോട് പറയാം. പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുവിനോടോ ഒന്നും അത് പറയേണ്ട ആവശ്യമില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ അച്ഛനെയും അമ്മയും ചേർത്തിട്ടല്ല പറയുന്നത്, അച്ഛനും അമ്മയോടും ഒക്കെ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഫ്രണ്ട്സ്, അങ്ങനത്തെ ആൾക്കാരോടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഫാമിലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹസ്ബൻഡിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റവും കുറവുമായിരിക്കാം. അപ്പോൾ ഭർത്താവിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഭാര്യയായിട്ട്. അപ്പോൾ ഭാര്യ എന്താ ചെയ്യേണ്ടത്, ബന്ധുക്കളോടൊക്കെ നടന്ന് ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ പറയുക, ഭർത്താവ് ഭാര്യയുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക, ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റുള്ളവരോട് ചെന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസ്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതേസമയം നമുക്കതുകൊണ്ട് എന്ത് കിട്ടുന്നു? ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. അതേസമയം ഇത് അറിയുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ അത് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവരായിരിക്കാം. അങ്ങനെ കിട്ടിയല്ലോ, അത് അവിടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രസിക്കുന്നവരായിരിക്കാം. അപ്പോൾ അത്തരം രസത്തിനും സന്തോഷത്തിനുമായിട്ട് നമ്മളുടെ ഫാമിലി പ്രോബ്ലംസ് കൊണ്ടുവന്ന ഒരു തുറന്ന പുസ്തകം പോലെ വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഫാമിലി മാറ്റേഴ്സ്, അത് മക്കളുടെ കാര്യമാകാം, ഭർത്താവിൻ്റെ കാര്യമാകാം, ഭാര്യ ഭർത്തൃ ബന്ധത്തിനുണ്ടാകുന്ന കാര്യങ്ങളാകാം, കുട്ടികളുടെ കാര്യങ്ങളാകാം, അച്ഛനമ്മമാരുടെ കാര്യങ്ങളാകാം, എന്താണെങ്കിലും ഫാമിലി മാറ്റേഴ്സ് മറ്റുള്ളവരുമായിട്ട് ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്, ഡിസ്കസ് ചെയ്യരുത്.
അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കേണ്ട സീക്രട്സ് ആയിട്ട് വെച്ചിരിക്കുക. നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. വീട്ടുകാരോട് മാത്രം, സ്വന്തം അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ ആ ഒരു സർക്കിളിൻ്റെ അപ്പുറത്തേക്ക് അത് പോകരുത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അപ്പം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മളെങ്ങനെ അറിയുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് വന്ന് അവരുടെ ഒരു വീക്ക് മൊമെൻറ്റിലായിരിക്കും പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും. ആ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക. മറ്റൊരാളോടും അത് ഷെയർ ചെയ്യരുത്, പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് വളരെ വളരെ ബാഡായിട്ടുള്ളൊരു ഹാബിറ്റാണ്. അത് ഒരു ഗോസിപ്പിംഗ് ആണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളെ അവർ ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സീക്രട്ടായിട്ട് തന്നെ വെച്ചേക്കുക. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ, നമുക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഭാവിയിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഞാനൊരു വീട് വയ്ക്കാൻ പോകുന്നു, ആ വീട് ഇങ്ങനെയായിരിക്കും, 2 നിലയായിരിക്കും, 3 നിലയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് അവിടെ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഞാൻ നാളെ ഒരു കാറ് വാങ്ങിക്കാൻ പ്ലാനുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫ്യൂച്ചർ പ്ലാൻസ്. നമുക്ക് ഭാവിയിൽ നടത്താൻ പോണ കാര്യങ്ങളൊക്കെ മക്കളുടെ കാര്യത്തിനെ കുറിച്ചാകാം, മക്കളുടെ പഠിത്തത്തിനെ കുറിച്ചാകാം, അവരുടെ വിവാഹത്തിനെ കുറിച്ചാകാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ രൂപീകരിച്ച് വരുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. അങ്ങനെ പറയുന്നത് കൊണ്ട്, ഡിസ്കസ് ചെയ്തുകൊണ്ട് വലിയ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകില്ല. കാര്യം അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു അസൂയോടുകൂടി നോക്കുന്നവരുണ്ടാകാം. പലരും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ചിലപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കും, അവൻ അങ്ങനെ ആകാൻ പോകുന്നു, ഇങ്ങനെ കേട്ട് നമുക്കും തോന്നും നമ്മൾ ഏതാണ്ട് അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മുടെ ആ മോട്ടിവേഷൻ കുറഞ്ഞു പോവുകയുള്ളൂ, കൂടാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെക്കാട്ടും നല്ല എന്താണ്, ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ എന്താണോ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണോ അത് ആ രീതിയിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ പ്രവർത്തിക്കുക. അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കാതെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ വയ്ക്കുന്ന ഒരു രഹസ്യമായിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളുടെ സമ്പത്തിനെ കുറിച്ചാണ്. പലർക്കും പല രീതിയിലാണ് സമ്പത്ത്. ചിലർക്ക് ഒരുപാട് പൈസ ഉണ്ടാകും, ഒരുപാട് ജീവിത സൗകര്യങ്ങളുണ്ടാകാം. ചിലർക്ക് അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് മോഡറേറ്റ് ആയിരിക്കും. പക്ഷേ എന്തുണ്ടെങ്കിലും അത് അവരവരുടെ ആവശ്യത്തിനാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക. അതെങ്ങനെയാണെങ്കിലും സ്വയം വളരെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആ ഒരു സൗകര്യമൊക്കെ ഉപയോഗിച്ചിട്ട് ജീവിക്കുക. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിക്കുക. അതേസമയം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്കിതുണ്ട്, അതുണ്ട്, ഞാൻ അത്ര ഉണ്ടാക്കുന്നുണ്ട്, ഇത്ര ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്താ പറയുക, എൻ്റെ വരുമാനം അത്രയാണ്, ഞാൻ ഇത്രയും സമ്പാദിക്കുന്നുണ്ട്, എൻ്റെ മാസശമ്പളം ഇത്രയാണ്, എൻ്റെ ബാങ്ക് സേവിങ്സ് ഇത്രയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് കേൾക്കുന്നവരെല്ലാം ഒരുപോലെ എടുക്കണം എന്നില്ല. അവർ വിചാരിക്കും ഇവരെന്തെങ്കിലും പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നത് ഒരു സൈഡിൽ തോന്നാം. അതല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കും ചില ആൾക്കാരൊക്കെ ഇവന് ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വളരെ ചിലപ്പോൾ ഇഷ്ടക്കേടുകളായിരിക്കാം സംഭവിക്കുന്നത്. അപ്പോൾ ചിലരാണെങ്കിൽ അത് മുതലെടുക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിക്കുക, പിന്നെ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് സമ്പാദ്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിനെക്കുറിച്ചോ അത്തരം കാര്യങ്ങളൊക്കെ കഴിയുന്നിടത്തോളം ആരുമായിട്ടും ചർച്ച ചെയ്യാതെ ഒരു സീക്രട്ടീവായിട്ട് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഉള്ളിൽ സ്വന്തമായിട്ട് തന്നെ അറിയാം. പിന്നെ വീട്ടുകാർക്ക് അത്യാവശ്യം അച്ഛനമ്മ സഹോദരങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. അല്ലാത്ത ആൾക്കാരെയാണ് ഞാൻ ഈ പറയുന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവരോട് എന്ന് പറയുമ്പോൾ എത്ര നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള റിലേറ്റീവ്സ് ഒഴിച്ച് ബാക്കി ആൾക്കാരുടെ കാര്യമാണ്. എത്ര അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അത് പറയേണ്ട കാര്യമില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് നമ്മളുടെ പഴയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ പഴയ അബദ്ധങ്ങളായിരിക്കാം, നമുക്ക് പറ്റിയിട്ടുള്ള വിഷമങ്ങളായിരിക്കാം, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും അത് കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പണ്ട് എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, ഞാൻ ആ അബദ്ധം ചെയ്തിട്ടുണ്ട്, ഈ അബദ്ധം ചെയ്തിട്ടുണ്ട്, ഞാനൊരു പണ്ടൊരു റിലേഷൻഷിപ്പിലായിരുന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പോയി, പക്ഷേ ഇപ്പോൾ എനിക്കതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വരുന്ന സുഹൃത്തുക്കൾ, ചിലപ്പോൾ ഈ സുഹൃത്തുക്കൾക്കോ ഈ പരിചയക്കാർക്കോ ഈ പഴയ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കാം. പക്ഷെ അവരോട് ആ പഴയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ നേരത്തെ തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടിയാകാം ആൺകുട്ടിയാകാം ആരാണെങ്കിലും, അവർക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു എന്താ പറയുക, ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കാം. അത് വിവാഹത്തിൽ കലാശിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഒരാളിനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി തന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പഴയ ചരിത്രവും അബദ്ധങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ കുറ്റവും ഒക്കെ ഏറ്റങ്ങ് പറയുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞതല്ലേ, ഇനി അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ എന്താ പറയുക, ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അപ്പോൾ അത് ഭാവിയിൽ ദോഷമല്ലാണ്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ വിവാഹം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് തന്നെ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു, അത് ബ്രേക്ക് ഓഫ് ആയി, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ആ പഴയ പ്രണയബന്ധത്തിനെ കുറിച്ച് ഈ പുതിയ പ്രണയബന്ധത്തിലാകുന്ന ആൾക്കാർ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ചർച്ച ചെയ്യാതെ പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം അതൊക്കെ അങ്ങ് വിടുക, കഴിഞ്ഞത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ പാസ്റ്റായിട്ട് നടന്ന കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ, അബദ്ധങ്ങൾ, ഇതൊന്നും തന്നെ, ഇതിപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരം ഏത് കാര്യം, സാമ്പത്തിക കാര്യങ്ങളാകാം, എന്താണെങ്കിലും അത് വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പുതിയതായിട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളോടോ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരോടോ ബന്ധുക്കളോടോ ഒന്നും അത് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കുന്ന സീക്രട്സ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാത്രം അറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള സീക്രട്സ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, അത് ദോഷമായിട്ട് വരികയും ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ നല്ല ഒരു ജീവിതത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയ ചില കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ സ്വയം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് അബദ്ധങ്ങളൊന്നും പറ്റില്ല. നമ്മളെ ആരും കുറ്റപ്പെടുത്താതെ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ളൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകുക ഇതുപോലെ സ്മൂത്തായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന, ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അബദ്ധങ്ങളൊന്നും പറ്റാതെ പോകുന്ന ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പല അനുഭവങ്ങളിലൂടെയായിരിക്കും നമ്മളെല്ലാവരും തന്നെ ഓരോ പാഠങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാനും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ കുറച്ച് കേട്ടറിവും വായിച്ചറിവും വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.